ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രസാദ്. ഇംഗ്ലീഷ് അപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊക്കെ അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കാറുണ്ടല്ലേ. പലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും നമുക്ക് വേണ്ട വിധത്തിൽ കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് വളരെയധികം വിഷമമാണല്ലേ. ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക, ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് ഇംഗ്ലീഷ് പഠിക്കുക, ഇനി എനിക്ക് ഇംഗ്ലീഷ് പഠിയുമോ എന്നതൊക്കെ ആയിരിക്കും നമുക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ സംശയങ്ങളല്ലേ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊക്കെ അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് എന്നുള്ളതല്ലേ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും ഈ ഒരു വീഡിയോ നിങ്ങളെ വളരെ അധികം സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാമറിന്റെ 9ാമത്തെ ക്ലാസ് ആണ്. എന്താണ്? പാസ്റ്റ് ടെൻസിന് 4ാമത്തെ ഫോം ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഗ്രാമർ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് 4 ഫോംസ് പഠിച്ചു. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്താ പറയാ 4 ഫോംസ്, 4ാമത്തെ ഫോം ആണ് അല്ലേ. ഇനി ഫ്യൂച്ചറിൽ 4 ഫോമും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമറിന്റെ ഏകദേശം ഒരു വശം കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലേ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ? 1 മണിക്കൂറായിട്ട് ഞാൻ അവനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു. 4 മണിക്കൂർ ആയിട്ട് ഞാൻ പഠിക്കുകയായിരുന്നു, അല്ലെങ്കിൽ 4 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാറില്ലേ. എന്നിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തിന്റെ സഹായം നമ്മൾ വായിക്കുന്നത്? നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സഹായം മേടിക്കുന്നത്. ഒന്നും കൂടെ നോക്കിയോ അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മണിക്കൂർ ആയിട്ട് ഞാൻ അവനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്? 1 മണിക്കൂർ ആയിട്ട് ഞാൻ അവനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ 4 മണിക്കൂർ ആയിട്ട് ഞാൻ പഠിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, അതുപോലെ എന്താ പറയാ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാറില്ലേ. എന്നിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലേ. എന്താണ്? ഗ്രാമറിന്റെ 9ാമത്തെ ക്ലാസ് ആണ്. പാസ്റ്റ് ടെൻസിന് 4ാമത്തെ ഫോം ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പഠിക്കുന്നത്. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ആയിട്ട് ഞാൻ അവനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് ഞാൻ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, 10 വർഷമായിട്ട് ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു. 4 മണിക്കൂർ ആയിട്ട് ഞാൻ പഠിക്കുകയായിരുന്നു എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെ. ഇതുപോലൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇംഗ്ലീഷ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കണ്ടെത്തുവാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കി നോക്കാം അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചുല്ലേ. ഇനി നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്നറിയോ? ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. എല്ലാത്തിന്റെ കൂടെയും നമ്മൾ സ്ട്രക്ചർ പഠിക്കാറുണ്ട് അല്ലേ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ing ഫോം ആണ്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ing ഫോം ആണ് ഇതിന്റെ സ്ട്രക്ചർ. അപ്പൊ ഈ സ്ട്രക്ചർ നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ്? സബ്ജക്റ്റ് വരും, സബ്ജക്റ്റിന് ശേഷം ഹാഡ് ബീൻ വരും, അതിന് ശേഷം വെർബ് ing ഫോം വരും. ഇനി നമുക്ക് വെർബ് ing ഫോം നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെ വരുന്നത് അല്ലേ. ബീറ്റിംഗ്, എന്താണ്? ബീറ്റിംഗ്, ഡ്രോവിംഗ്, ഡ്രിങ്കിങ്, ഗിവിംഗ്, ഗോയിങ്, അതുപോലെ സീയിങ്, സിംഗിങ്, സ്പീക്കിംഗ്, സ്വിമ്മിങ്, വാക്കിംഗ്, വിയറിംഗ്, റൈറ്റിംഗ്, അതുപോലെ ബ്രിങ്ങിങ്, അതുപോലെ ബൈ, കമ്മിങ്, സ്ലീപ്പിംഗ്, റീഡിംഗ്, അതുപോലെ സിറ്റിംഗ്, അതുപോലെ സേയിങ്. കണ്ടോ? അപ്പൊ എല്ലാത്തിന്റെ കൂടെയും എന്ത് വരും? ing ഫോം വരും. എന്താണ്? എല്ലാത്തിന്റെ കൂടെയും ing ഫോം വരും. എന്താണ്? ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അടിക്കുകയാണ്, ഡ്രോയിങ് എന്ന ഓടിക്കുകയാണ്, ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ കുടിക്കുകയാണ്, ഗീവിംഗ് എന്ന് പറഞ്ഞാൽ നൽകുകയാണ്, ഗോയിങ് എന്ന് പറഞ്ഞാൽ പോകുകയാണ്, അതുപോലെ സീയിങ് എന്ന് പറഞ്ഞാൽ കാണുകയാണ്, സിംഗിങ് എന്ന് പറഞ്ഞാൽ പാടുകയാണ്, സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയാണ്, സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീന്തുകയാണ്,
വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുകയാണ്, വിയറിംഗ് എന്ന് പറഞ്ഞാൽ ധരിക്കുകയാണ്, റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതുകയാണ്, ബ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരികയാണ്, അതുപോലെ ബൈങ് എന്ന് പറഞ്ഞാൽ മേടിക്കുകയാണ്, അത് അല്ലെ വാങ്ങിക്കുകയാണ്, കമ്മിങ് എന്ന് പറഞ്ഞാൽ വരികയാണ്, സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണ്, റീഡിംഗ് എന്ന് പറഞ്ഞാൽ വായിക്കുകയാണ്, സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ്, സേയിങ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയാണ്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ? എന്താണ് ഈ ക്രിയകൾ എന്താണെന്ന് മനസ്സിലായി, ഇതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഉപയോഗമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ബീൻ ബീറ്റിംഗ്. കണ്ടോ, ഐ എന്താണ് സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് ഇതിൽ? ഐ, യോ, ദേ, വി, ഈ, ഷീ, ഇറ്റ്. കണ്ടോ, ഇനി നമുക്ക് രണ്ടാമത്തെ സംശയം എന്താണ്? ഐ, യു ഇവിടെ എഴുതാം. ഐ, യു, ദേ, വി, ഹി, ഷീ. കണ്ടോ, ഇതൊക്കെയാണ് സബ്ജക്റ്റുകള്. ഈ സബ്ജക്റ്റുകൾ എല്ലാ സബ്ജക്റ്റുകളും ആരെ കൂടെ ഉപയോഗിക്കും? ഹാഡ് ബീന്റെ കൂടെ ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സംശയം തീർന്നില്ലേ? എന്താണ്? ഐ, യോ, ദേ, വി, ഈ, ഷീ ഈ എല്ലാ സബ്ജക്റ്റുകളും ഏതിന്റെ കൂടെ ഉപയോഗിക്കും? ഹാഡ് ബീന്റെ കൂടെ ഉപയോഗിക്കും. എന്നിട്ട് ഇതിന്റെ കൂടെ ക്രിയ വരുമ്പോ ING ഫോം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാൻ അടിക്കുകയായിരുന്നു. എന്താണ്? ഞാൻ അടിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ ബീറ്റിംഗ്. നിങ്ങൾ അടിക്കുകയായിരുന്നു. യു ഹാഡ് ബീൻ ബീറ്റിംഗ്. അവർ അടിക്കുകയായിരുന്നു. they had been beating. ഞങ്ങൾ അടിക്കുകയായിരുന്നു. we had been. കണ്ടോ, we had been beating. അതുപോലെ എന്താ പറയാ, അവൻ അടിക്കുകയായിരുന്നു. he had been beating. അവൾ അടിക്കുകയായിരുന്നു. she had been beating. കണ്ടോ, അടിക്കുകയായിരുന്നു അല്ലെങ്കിൽ അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് പറയാനാട്ടോ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഈ ഒരു ടെൻസ് വെച്ച് ഇതിന്റെ എക്സാമ്പിൾസ് കാണുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഡ്രിങ്കിങ് എന്ന് പറയാൻ എന്താണ്? കുടിക്കുകയാണ്. കുടിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളം കുടിക്കുകയാണ് അല്ലേ? കുടിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്? ഐ ഹാഡ് ബീൻ. കണ്ടോ, ഐ ഹാഡ് ബീൻ ഡ്രിങ്കിങ്. ഞാൻ കുടിക്കുകയായിരുന്നു. എന്താണ്? ഞാൻ കുടിക്കുകയായിരുന്നു. യു ഹാഡ് ബീൻ ഡ്രിങ്കിങ്. നിങ്ങൾ കുടിക്കുകയായിരുന്നു. they had been drinking. അവർ കുടിക്കുകയായിരുന്നു. we had been drinking. ഞങ്ങൾ കുടിക്കുകയായിരുന്നു. അതുപോലെ she had been drinking. അവൾ കുടിക്കുകയായിരുന്നു. he had been drinking. അവൻ കുടിക്കുകയായിരുന്നു. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കാം അല്ലേ? എന്താണ്? അപ്പൊ എന്താണ്? ഐ ഹാഡ് ബീൻ എന്താ പറയാ? ഐ ഹാഡ് ബീൻ ഗോയിങ്. കേട്ടോ, ഗോയിങ്. കേട്ടോ, ഐ ഹാഡ് ബീൻ ഗോയിങ്. ഞാൻ പോകുകയായിരുന്നു അല്ലെ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഒക്കെ പറയാറില്ലേ? എന്നിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സബ്ജക്റ്റ് വെച്ച് അതിന്റെ ശേഷം ആഡ് ബീൻ വെച്ച് അതിനുശേഷം വെർബ് ING ഫോം കൊടുത്താൽ എന്താണ്? പോയിക്കൊണ്ടേ. കണ്ടോ, എന്താണ്? ബീറ്റിംഗ് അടിക്കുകയായിരുന്നു. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് എന്താണ്? ഡ്രോയിങ് വരയ്ക്കുകയായിരുന്നു. ഡ്രിങ്കിങ് കുടിക്കുകയായിരുന്നു. ഗിവിംഗ് നൽകുകയായിരുന്നു. ഗോയിങ് പോകുകയായിരുന്നു. സീ എന്ന് കാണുകയായിരുന്നു. സിംഗിങ് എന്ന് പറഞ്ഞാൽ പാടുകയായിരുന്നു. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കുകയായിരുന്നു. സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ നീന്തുകയായിരുന്നു. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുകയായിരുന്നു. വിയറിംഗ് എന്ന് പറഞ്ഞാൽ ധരിക്കുകയായിരുന്നു. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതുകയായിരുന്നു. അതുപോലെ ബ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരികയായിരുന്നു. ബൈങ് എന്ന് പറഞ്ഞാൽ മേടിക്കുകയായിരുന്നു. കമ്മിങ് എന്ന് പറഞ്ഞാൽ വരികയായിരുന്നു. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയായിരുന്നു. റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കുകയായിരുന്നു. അതുപോലെ സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുകയായിരുന്നു. സെയിങ് എന്ന് സംസാരിക്കുകയായിരുന്നു. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. എന്ത്? ഈ ടെൻസ് സബ്ജക്റ്റ് വെച്ച് ഹാഡ് ബീൻ വെച്ച് ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിന് ശേഷം ബീൻ വെച്ച് കൊടുത്ത് ഹാഡ് ബീൻ വെച്ച് കൊടുത്ത ശേഷം വെർബ് ING ഫോം കൊടുത്തു കഴിഞ്ഞാല് എന്താ പറയാ? ചെയ്യുകയായിരുന്നു എന്നുള്ളത് വരും. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീന്തുകയാണ്. അപ്പൊ എന്താണ്? ഐ ഹാഡ് ബീൻ സ്വിമ്മിങ്. ഞാൻ നീന്തുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ നീന്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയട്ടോ. എന്താണ്? യു ഹാഡ് ബീൻ സ്വിമ്മിങ്. നിങ്ങൾ നീന്തുകയായിരുന്നു. they had been swimming.
അവർ എന്താ പറയാ നീന്തുകയായിരുന്നു. അതുപോലെ we had been swimming, ഞങ്ങൾ നീന്തുകയായിരുന്നു. അതുപോലെ he had been singing, അവൻ നീന്തുകയായിരുന്നു. she had been swimming, അതുപോലെ അവൾ നീന്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവൾ നീന്തുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് തീർക്കാം. എന്താണ് ഗ്രാമറിന്റെ 9ാമത്തെ ക്ലാസ് ആണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നാലാമത്തെ പഠിക്കുന്ന 4ാമത്തെ ഫോം ആണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ing ഫോം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അടിക്കുക, ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്രം വരയ്ക്കുക അല്ലെ, വരയ്ക്കുക. ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ കുടിക്കുക. പക്ഷെ ഈ ഒരു സബ്ജക്റ്റ് വെച്ച് ആഡ് ബീം വെച്ച് കൊടുത്ത ഈ ക്രിയക്ക് എന്താവും അറിയോ? ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അടിക്കുകയായിരുന്നു, ഡ്രോയിങ് എന്നാൽ എന്താണ് വരയ്ക്കുകയായിരുന്നു, ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ കുടിക്കുകയായിരുന്നു, ഗീവിംഗ് എന്ന് പറഞ്ഞാൽ നൽകുക, ഗോയിങ് എന്ന് പറഞ്ഞാൽ പോകുകയായിരുന്നു എന്നുള്ളതാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്ക് 2-3 എക്സാംസ് കൂടെ നോക്കി നോക്കാം അല്ലെ. ഞാൻ 2020 കോളേജിൽ ചേരുമ്പോൾ കുമാർ 10 വർഷമായിട്ട് അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, ഞാൻ 2020 കോളേജിൽ ചേരുമ്പോൾ കുമാർ 10 വർഷമായിട്ട് അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. When I joined the college in 2020, ഞാൻ 2020 കോളേജിൽ ചേരുമ്പോൾ കുമാർ had been, കണ്ടോ, കുമാർ had been teaching there for 10 years. അപ്പൊ എന്താണ് ഇവിടെ ആയിട്ട് കണ്ടോ ആയിട്ട് കണ്ടോ ഇവിടെ ആയിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ എന്ത് വന്നത്? ഫോർ വന്നത് കേട്ടോ. ഞാൻ 2020 കോളേജിൽ ചേരുമ്പോൾ കുമാർ 10 വർഷമായിട്ട് അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. When I joined the college in 2020, Kumar had been teaching there for 10 years. കണ്ടോ, there for 10 years. ഈ 4 ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തെന്താണ് 2016 മുതൽ. കണ്ടോ, ഈ മുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻസ് എന്നാട്ടോ. മുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടതാണ്. 2016 മുതൽ അവൾ ജോലി ചെയ്യുകയായിരുന്നു. They had been working since 2016. കണ്ടോ, they had been working since 2016. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ? 2016 മുതൽ അവൾ ജോലി ചെയ്യുകയായിരുന്നു അല്ലെ. അവൾ ജോലി ചെയ്തു. They had been working since 2016. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട മനസ്സിലാക്കാൻ എന്താണ്? ആയിട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ 4, മുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻസ് എന്നുള്ളതാട്ടോ. അപ്പൊ ഈ ടെൻസ് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.